നമസ്കാരം. നമ്മൾ നിരന്തരം പീഡന കഥകൾ കേൾക്കുകയും വാർത്ത വായിച്ച് ഞെട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികൾ വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേസിൻ്റെ ആരംഭഘട്ടത്തിലോ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ അവർ വധിക്കപ്പെടുന്നുണ്ട്. സ്ത്രീയുടെ മൊഴി അടിസ്ഥാനമാക്കിയാണ് എല്ലാ സ്ത്രീ പീഡന കേസുകളും രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതും. ശാസ്ത്രീയ തെളിവുകളേക്കാൾ കൂടുതൽ അതിന് അടിസ്ഥാനപരമായി എടുക്കുന്ന ഒരു ഘടകം ഇരയാക്കപ്പെട്ട ആളിൻ്റെ മൊഴിയാണ്. ജീവൻ മാതാ കാരുണ്യഭവൻ വിഷയത്തിൽ അതിലിരയാക്കപ്പെട്ട പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി കേട്ട പോലീസ് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ ഇരുട്ടിൽ തപ്പുകയാണ്. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള മൊഴിയാണ് ആ പെൺകുട്ടി നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൗദ്യോഗികമായി കിട്ടിയ വിവരമാണ് എങ്കിലും അത് സത്യം തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിലെ ഇര എന്ന് പറയുന്ന പെൺകുട്ടി അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അനാഥാലയത്തിൽ വന്നുപെട്ടു. അവിടെ വെച്ച് അവർക്ക് 18 വയസ്സായതിനു ശേഷം വിവാഹം കഴിച്ചയച്ചു എന്നാണ് ജീവൻ മാതാ കാരുണ്യ ഭവനിലെ മമ്മിയായ ഗിരിജമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 18 വയസ്സായി കഴിഞ്ഞാൽ ഉടനെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണമെന്നൊന്നും നമ്മുടെ രാജ്യത്ത് നിയമമില്ല. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി എടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അവളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്നത് അവൾക്ക് മതിയായ വിദ്യാഭ്യാസം നൽകി കഴിയുമെങ്കിലും ജോലി വാങ്ങിക്കൊടുത്തതിന് ശേഷം വിവാഹം കഴിപ്പിക്കാനായിരിക്കും ഓരോരുത്തർ ശ്രമിക്കുന്നത്. അച്ഛനും അമ്മയും ഉള്ള ആൾക്കാർ പോലും അങ്ങനെ ശ്രമിക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നെന്ന് പറയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ വേണം ചെയ്യുവാൻ. അതായി ഉണ്ടായില്ല എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. എന്തായിരുന്നാലും ആ മൊഴിയിലേക്ക് വരും മുമ്പ് അവിടെ നടന്നതായി പറയുന്ന മറ്റു പല പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിൽ മുളക് വെള്ളം കോരി ഒഴിച്ചതായിട്ടൊരു സംഭവം പുറത്തു വരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയ പലരും പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിക്കുന്നത്, നമ്മൾ വോയിസായി പോലും പറയാൻ പേടിക്കുന്നത് ഇവരെ പേടിച്ചിട്ടാണെന്ന് പറയുന്നു. അവർക്ക് ഉന്നത ബന്ധമുണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. നമ്മൾ ദുഷ്യന്തനെയും ശാകുന്തളവും ഒക്കെ കേട്ട് പണ്ട് തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ളവരാണ്. മുദ്രമോതിരത്തെ പറ്റി അറിയാം പലർക്കും. ഇപ്പോഴത്തെ കുട്ടികളാകെ വായിക്കുന്നില്ലെങ്കിലും പണ്ടുള്ളവർക്കെല്ലാം അറിയാം. അവിടെ ഗാന്ധർവ വിവാഹം എന്നൊരു സംഭവം നടന്നിരുന്നു. ഗാന്ധർവ വിവാഹത്തിന് ഉള്ള ഒരു ചട്ടക്കൂടെന്ന് പറഞ്ഞാൽ രാജാവിന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വീഴ്ചയിൽ ഏർപ്പെടാം. അതിനെ ഗാന്ധർവ വിവാഹമായി അറിയപ്പെടും. അതിന് താലി കെട്ടണ്ട എന്നുള്ളൊരു ചടങ്ങ് നമ്മൾ കേട്ടു പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് വിവാഹമായാലും ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ നടക്കുമ്പോൾ ആ പുനരധിവാസത്തിലെ നേതൃത്വം കൊടുക്കുന്ന ആളിൻ്റെ മകനോ അവരുടെ അടുത്ത ബന്ധുവോ അതിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അത് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പെൺകുട്ടികളും അമ്മമാരും മാത്രമുള്ള ഈ കാരുണ്യഭവൻ എന്ന് പറഞ്ഞ അന്തേവാസികൾക്കുള്ള സ്ഥലത്ത് അതിൻ്റെ മേട്രനോ നടത്തിപ്പുകാരുമായി സ്ത്രീകൾ മാത്രം ഉണ്ടാകേണ്ട സമയത്ത് അവരുടെ ഭർത്താവും അവരുടെ മരുമകനും അവരുടെ മകനും ഒക്കെ താമസിക്കുന്നുണ്ട് എങ്കിൽ അവിടെയുള്ള കുട്ടികൾ സുരക്ഷിതരല്ല എന്നാണ് ഈ വീഡിയോ ചെയ്ത എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. 44 വയസ്സ് ഔദ്യോഗികമായി ഉണ്ട് എന്ന് കണക്കാക്കുന്ന ആൾ 36 വയസ്സുള്ള ആളിനെ കല്യാണം കഴിച്ചതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ നേർചിത്രമെന്ന് കരുതി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം കരുണാലയങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുവാൻ ഈ സമൂഹത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരത്തിൽ ആലോചിച്ചു പോവുകയാണ്. കാരണം ഇവർ ഒരാൾ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് അമ്മ, സെക്രട്ടറി മകൻ, ഖജാൻജി മകൾ, പിന്നെ കമ്മിറ്റിയിൽ മരുമകൻ, പിന്നെ അടുത്ത ബന്ധുക്കൾ 3-4 പേരെല്ലാം അവിടെ ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ട്രസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. ട്രസ്റ്റിലേക്ക് കിട്ടുന്ന പൈസ എൻ്റെ പേരിൽ വസ്തു വാങ്ങി വീട് വെക്കാനാണെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് ചോദിക്കാനുള്ളത്. എന്തായിരുന്നാലും ഞാൻ പെൺകുട്ടിയുടെ മൊഴിയുടെ കാര്യത്തിൽ കിടക്കുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ശാന്തി മുഹൂർത്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശോഭന ജയറാം ദമ്പതിമാരുടെ ശാന്തി മുഹൂർത്തം നടന്ന എവിടെയൊക്കെയാണെന്നും ആ ചിത്രം ഇപ്പോഴും നമ്മൾ കാണാൻ എത്ര പ്രാവശ്യം കണ്ടാലും ചിരിച്ചു പോകുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തോ, കുഴപ്പമില്ല. അപ്പോൾ അന്നേരം
ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന, നമ്മൾ പറയുന്നു, അവർ പറയുന്നില്ല, പറയുന്ന പെൺകുട്ടി 9/10/2006 ജനിച്ച പെൺകുട്ടിക്ക് 9/10/2025 18 വയസ്സ് തികഞ്ഞു. 18 വയസ്സ് തികഞ്ഞതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ശാന്തി മുഹൂർത്തം അവർ തീരുമാനിച്ചു. മൊഴിയാണ് ഞാൻ പറയുന്നത്. ശാന്തി മുഹൂർത്തത്തിൽ കടന്നു ചെല്ലുവാൻ വേണ്ടി ചേട്ടൻ ഒരു താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. കഥാപാത്രം പിറ്റേന്ന് കൃത്യമായി 18 വയസ്സ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ശാന്തി മുഹൂർത്തം തേടി കണവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഗർഭം ധരിക്കുന്നു. എന്ന് വെച്ചാൽ 18 വയസ്സിന് മുമ്പ് ഒരു ദിവസം പോലും ആരും ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പറയപ്പെടുന്ന കഥാപാത്രം ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് അടിയുറച്ചു പറയുകയാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടി. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി പറയാൻ പറ്റുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ശിശുക്ഷേമ സമിതിയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറോ മുമ്പോട്ട് വരണം, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ മുമ്പോട്ട് വരണം. അതിനാര് ധൈര്യം കാണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ പറയുകയും ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നതായ കഥയിലെ യഥാർത്ഥ കഥാപാത്രം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരുടെയോ നിയമോപദേശത്തിൻ്റെ പുറത്ത് തെറ്റായ വിവരം മൊഴിയായി നൽകിയിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. ഇനി തെറ്റായ വിവരം എന്നൊക്കെ പറയാവുന്ന എനിക്കറിയില്ല. അത് തെറ്റാണെങ്കിൽ അതിന് ക്ഷമിക്കുക. കാരണം പേര് പറയാൻ പാടില്ല, വകുപ്പ് പറയാൻ പാടില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ മൊഴി മാറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആ കർമ്മത്തിൽ പങ്കെടുത്ത പ്രധാന വ്യക്തി പറയുന്നു, എനിക്ക് 18 വയസ്സ് തികഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അതുവഴിയാണ് ഞങ്ങൾ കുഞ്ഞുണ്ടായിട്ടുള്ളത് എന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മുമ്പോട്ട് പറയാൻ സാധിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ തിട്ടയിലിടിച്ച് ആ കേസ് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ. ഒരു സമൂഹം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് നമുക്ക് എന്ത് പറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ ഇടയിലും കമൻറ്റുകൾ ധാരാളം വരാം. പറഞ്ഞ പല കമൻറ്റുകളും എടുത്ത് പിൻ ചെയ്താൽ പോലും നിങ്ങൾ ഞെട്ടിപ്പോവും. അത്ര മോശമായ കമൻറ്റുകളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പലരും. എന്തായിരുന്നാലും എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ചീഞ്ഞ് നാറുന്നതിന് എത്ര സ്പ്രേ അടിച്ചാലും ആ ചീഞ്ഞ് നാറിൽ പുറത്തേക്ക് വമിച്ചുകൊണ്ടേയിരിക്കും. കാരണം മുകളിലടിക്കുന്ന പെർഫ്യൂമിന് ഒരു സമയം വരെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അത് കഴിയുമ്പോൾ താഴെയുള്ള ആ മോശം മണമല്ല ഗന്ധം അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും മൊഴി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.